മണ്ഡലങ്ങളിലും UDF-ന് ലീഡുണ്ടാവും. എക്സിറ്റ് പോൾ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളിന്റെ വിശദാംശങ്ങൾ ഫലം കൂടി വന്നതോടെ അതിന്റെ വിശദാംശങ്ങളുമായി കേരള വിഷൻ ന്യൂസ് പ്രതിനിധി ഡി ബിനോയ് ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തോടെ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഇനി ഒരു ദിവസം മാത്രം ശേഷിക്കെ എക്സിറ്റ് പോളിൽ കേരളത്തിൽ UDF-ഉം അതേസമയം 3 സീറ്റുകളിൽ BJP-ക്കും ഒരു സ്ഥാനമുണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ഫലങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ബിനോയ്, എത്രത്തോളം ആത്മവിശ്വാസം ഇത് നേതാക്കളിൽ സൃഷ്ടിക്കുന്നുണ്ട്? തീർച്ചയായും എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള ചർച്ചകൾക്കാണ് കേരളം വഴിവെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് LDF-ൻ്റെയും UDF-ൻ്റെയും നേതാക്കളൊക്കെ തന്നെ പ്രസ്താവനകളുമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ AK ബാലൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ മുന്നണിക്ക് വലിയ വിജയം കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് CPM-ൻ്റെ നേതാവ് കൂടിയായ ബാലൻ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ CPM-ന് വലിയ നേട്ടം കൊയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും AK ബാലൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ മോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരില്ല എന്നാണ് CPM നേതാവ് കൂടിയായ AK ബാലൻ പറയുന്നത്. അതിന് പ്രത്യേകിച്ച് പറയുന്നത്, ആത്മീയതയെ ഇത്രയധികം കച്ചവടം ചെയ്ത ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിട്ടില്ല. മാത്രവുമല്ല, ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജനഹിതം മാനിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി ആയിരുന്നില്ല എന്ന തരത്തിലും CPM നേതാവുകൾ കൂടിയായ AK ബാലൻ പറയുന്നുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തല പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം 1000 പേരിൽ നിന്നുള്ള സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ കണ്ടെത്തുന്ന ഈ ഫലം ഒരിക്കലും ശരിയാകണമെന്നില്ല എന്ന തരത്തിലേക്ക് രമേശ് ചെന്നിത്തലയും പറയുന്നു. രണ്ടുപേരും പറയുന്ന ഇതാണ്, ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വരും. മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞ 295 എന്ന് പറയുന്ന പോയിന്റ് തൊടുവാൻ ഇന്ത്യ മുന്നണി കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷകളാണ് LDF-ൻ്റെയും UDF-ൻ്റെയും നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. അതിൽ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ വേറിട്ട് മത്സരിക്കുന്ന അല്ലെങ്കിൽ ചേരിതിരിഞ്ഞ് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കണ്ടത്. പ്രത്യേകിച്ചും കോൺഗ്രസും CPM-ഉം എല്ലാം തന്നെ മാറി നിന്ന് മത്സരിച്ചപ്പോൾ NDA സഖ്യം ഒറ്റക്കെട്ടായി കേരളത്തിൽ മത്സരിച്ചു എന്നുള്ളൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയധികം വാശിയേറിയ മത്സരം, CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള വാശിയേറിയ മത്സരം കേരളത്തിൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. കാരണം പരസ്പരം പഴിചാരിയും ഭരണവികാരങ്ങളെ അനുകൂലിച്ചുകൊണ്ട് CPM-ഉം ഭരണവിരുദ്ധ വികാരങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണമാണ് കേരളത്തിൽ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്കും ഒപ്പം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ ഉള്ള ഒരു തുടക്കമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന LDF-ഉം പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും ഒക്കെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു എക്സിറ്റ് പോൾ സർവേ ഫലം അത് UDF-ന് അനുകൂലമാകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് നൽകുന്നത് ഒരു വലിയ ആത്മവിശ്വാസമാണ്. എങ്കിൽ തന്നെയും CPM വിജയിച്ചാലും അതുപോലെ തന്നെ കോൺഗ്രസ് കേരളത്തിൽ വിജയിച്ചാലും ഇവരെല്ലാം തന്നെ ഒരേ കിടക്കയിൽ പാർലമെൻറ്റിലെത്തി ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം 19-1 എന്ന അനുപാതത്തിലാണ് കോൺഗ്രസ് പാർലമെൻറ്റിലേക്ക് എത്തിയത്. അത് നിലനിർത്താൻ കഴിയും, അല്ലെങ്കിൽ 20-20 അടിക്കാൻ കഴിയും, 20 സീറ്റുകളിലും കോൺഗ്രസിന് ജയിക്കാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കളും വച്ചു പുലർത്തുന്നുണ്ട്. CPM ആകട്ടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, 12 ഇടങ്ങളിൽ LDF-ന് വിജയിക്കാൻ കഴിയുമെന്ന്. അത്തരത്തിൽ ഇരു മുന്നണികളും വലിയ വിജയപ്രതീക്ഷയിലായിരുന്ന സാഹചര്യത്തിലാണ് BJP 3 സീറ്റ് നേടും, അല്ലെങ്കിൽ 1 മുതൽ 3 സീറ്റ് നേടുമെന്ന് വിവിധ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പറയുന്നത്. BJP കൃത്യമായും വളരെ നേരത്തെ തന്നെ അവർക്ക് വിജയം ഉറപ്പാകും എന്ന് വിശ്വസിച്ച പാർലമെന്റ് സീറ്റുകളിലെല്ലാം തന്നെ അവരെത്തിയിരുന്നു. അവരുടെ സ്ഥാനാർത്ഥികളെ എത്തിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. കോൺഗ്രസും അങ്ങനെ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ്, വിജ്ഞാപനത്തിന് മുമ്പ് തന്നെ വളരെ നേരത്തെ തന്നെ അവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെന്റിൽ മത്സരിച്ച അവർ തന്നെ അല്ലെങ്കിൽ വിജയിച്ച MP-മാർ തന്നെയായിരിക്കും അതത് മണ്ഡലങ്ങളിൽ ഇത്തവണയും ജനഹിതം തേടുക എന്ന് അവർ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഒരു മാറ്റവും വരുത്താതെ തന്നെ പാർലമെന്റിൽ വിജയിച്ച എല്ലാവരെയും രംഗത്തെത്തിക്കുവാൻ കഴിഞ്ഞു. മാത്രമല്ല, കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ കോൺഗ്രസ് മത്സരിക്കാൻ എത്തുമ്പോഴേക്കും അതിനകത്തുണ്ടാകാറുള്ള പടലപ്പിണക്കങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ UDF-നകത്തില്ലായിരുന്നു എന്നുള്ളതായിരുന്നു. അത്തരം പ്രശ്നങ്ങളൊക്കെ വളരെ രമ്യമായി പരിഹരിക്കുവാൻ സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു. എന്നാൽ കോൺഗ്രസ് നടത്തിയ ഒരു സർപ്രൈസ് നീക്കം ഇതായിരുന്നു. തൃശ്ശൂരിലേക്ക് K. മുരളീധരൻ എത്തിയതും ഒപ്പം പ്രതാപൻ MP സ്ഥാനത്ത് നിന്ന് നേരത്തെ തൃശ്ശൂരിൻ്റെ മത്സരിക്കാൻ തീരുമാനിച്ചത് പ്രതാപൻ പിന്മാറിക്കൊണ്ട് അവിടേക്ക് K. മുരളീധരൻ എത്തുകയും പകരം വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ എത്തിച്ചതും ഒരുപക്ഷെ
ഒരു സർപ്രൈസ് നീക്കം അല്ലെങ്കിൽ ഈ ഈ ഈ കേരളത്തിൽ നടന്ന വളരെ അത്ഭുതകരമായൊരു നീക്കമായിരുന്നു. ആ നീക്കം ഫലം കാണുമോ കാണുകയില്ലയോ എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അതിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം ഇതുവഴി ഈ നീക്കത്തിലൂടെ വടകരയും തൃശ്ശൂരും ഉറപ്പിക്കാൻ കഴിഞ്ഞു. തൃശ്ശൂരിൽ BJPയുടെ ഒരു പടയോട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് കെ മുരളീധരനെ പോലെ തൃശ്ശൂരുമായി ആത്മബന്ധമുള്ള, തൃശ്ശൂരുമായി വലിയ സൗഹൃദ ബലമുള്ള, തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർക്ക് പ്രിയപ്പെട്ട കെ മുരളീധരൻ തൃശ്ശൂരിലെത്തിയതോടുകൂടി തന്നെ BJPയുടെ മുന്നോട്ടുള്ള പോക്കിനെ തടയിടാൻ കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് കേരളത്തിൽ ഒരു കാരണവശാലും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന്. വടകരയിലേക്ക് ഷാഫി പറമ്പിൽ എത്തിയപ്പോഴേക്കും ചില ന്യൂനപക്ഷ സഹായം കൂടി ഷാഫി പറമ്പിൽ ലഭ്യമായത് അത് വിജയത്തിലേക്കുള്ള ഒരു പടവാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം BJP വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പ്രധാനപ്പെട്ട സീറ്റുകൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശ്ശൂരുമാണ്. എന്നാൽ ഇതെല്ലാം വ്യത്യസ്തമായി രണ്ടാം സ്ഥാനത്ത് എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന മറ്റു സീറ്റുകളുമുണ്ട്. പാലക്കാടും ഒപ്പം ആലപ്പുഴയും പത്തനംതിട്ടയും എല്ലാം. അത്തരത്തിൽ BJPയുടെ പ്രതീക്ഷകളും ചെറുതൊന്നുമല്ല. കാരണം അവർ പറയുന്നത് അവരുടെ സ്ഥാനാർത്ഥികൾ മോശക്കാരല്ലായിരുന്നു. ഒന്ന്. രണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ കേരളത്തിൽ എത്തിക്കുവാൻ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന കേന്ദ്രമന്ത്രിമാർക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു വാക്കുകൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് BJP അവർ വോട്ട് പിടിച്ചത് തന്നെ. പ്രത്യേകിച്ചും വന്ദേ ഭാരത് ട്രെയിൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ആ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഒക്കെയായിരുന്നു BJPയുടെ മുന്നോട്ടുള്ള പോക്ക്. ഒപ്പം BJP മറ്റൊരു കാര്യം കൂടി മുന്നോട്ട് വെച്ചു. സ്ഥാനാർത്ഥികൾ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തരായി സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന കാര്യത്തിലും ഒരുപടി മുന്നോട്ടെത്തുവാൻ BJP കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പറയാൻ കഴിയുന്നത് കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി പദത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുവാൻ കഴിയും. വയനാട്ടിലെ വിജയത്തോടു കൂടി തന്നെ UDFന് അത്തരത്തിൽ UPAക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു പോയതെങ്കിൽ അത് പരാജയത്തിലേക്ക് പോയിരുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ആ ഒരു നേട്ടം ഈ പ്രാവശ്യം കിട്ടുമോ എന്നുള്ള കാര്യവുമൊക്കെ ഫലപ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. CPMൻ്റെ കാര്യത്തിലാണെങ്കിൽ കാരണം അവരുടെ താരപ്രചാരകനായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രി നേരിട്ട് തന്നെയായിരുന്നു. മുഖ്യമന്ത്രി 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ 60 വേദികളിൽ പ്രസംഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ, അതായത് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ അദ്ദേഹം എത്തുകയും ആ ഓരോ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെയും മൂന്ന് വേദികളിൽ വീതം അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഓരോന്നോരോന്ന് എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെ. പ്രത്യേകിച്ചും അത്തരത്തിൽ സംസ്ഥാനത്ത് ഒരു വലിയ നേട്ടം, ഒരു മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കുവാൻ CPMന് കഴിഞ്ഞു എന്നുള്ളത് പറയുമ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും വലിയ ചർച്ചയായിരുന്ന CAA എടുത്തു കാണിക്കുവാൻ മുഖ്യമന്ത്രി കാണിച്ച ഒരു താല്പര്യം അതും ശ്രദ്ധിക്കപ്പെട്ടു. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളെ തന്നോടും തൻ്റെ പാർട്ടിയോടും അടുപ്പിക്കുവാൻ വേണ്ടിയുള്ളൊരു നീക്കം CPMൻ്റെ ഭാഗത്ത് നടത്തി. അതുതന്നെയാണ് CAയും അതുപോലെ തന്നെ CAയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന നിയമങ്ങളുമെല്ലാം തന്നെ അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ദോഷങ്ങൾ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയ CPMൻ്റെ പ്രചാരണം CPMന് അനുകൂലമാകും. അത് ന്യൂനപക്ഷ വോട്ടുകൾ അത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ LDFന് അനുകൂലമാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ 12 ഇടങ്ങളിൽ വിജയക്കൊടി പാറിക്കാൻ LDFനാകും എന്നുള്ള പ്രതീക്ഷയും ഇവർ വെച്ച് പുലർത്തുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമേ കൃത്യമായി നമുക്കൊരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ബിന്ദുവിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. കാരണം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. ഒരു പക്ഷേ കഴിഞ്ഞ 2019-ലും കഴിഞ്ഞ 2014 2019-ലും ഒക്കെ സർവേ ഫലങ്ങൾ ഒരു പരിധിവരെ മോദിക്ക് അനുകൂലമായിരുന്നുവെങ്കിൽ സംസ്ഥാനത്തെ പല ഫലങ്ങളും അതിന് വിഭിന്നമായി കാണാനും നമുക്ക് ഇടയായിട്ടുണ്ട്. അത്തരത്തിൽ ഈ വിഭിന്നമായ തരത്തിലുള്ള സർവേ ഫലങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് BJP കൃത്യമായി പറയുന്നുണ്ട് അവർ മൂന്നാമതും അധികാരത്തിൽ വരും എന്ന്. എന്തായാലും മോദി കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ധ്യാനം പൂർത്തിയാക്കി ദില്ലിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി വോട്ടെണ്ണൽ ഫലം പുറത്തു വരാനുള്ളത്. അപ്പോൾ BJP അവരുടെ ആത്മവിശ്വാസത്തിൽ അല്പം പോലും പിറന്നോട്ട് പോയിട്ടില്ല എന്ന് പറയുമ്പോഴും ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കളെല്ലാം തന്നെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള AICC അധ്യക്ഷൻ പോലും പറയുന്നത് 295 സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി ഭാരതത്തിൽ അധികാരത്തിൽ വരും എന്ന് പറയുന്നു. ഒപ്പം ഘടകകക്ഷി
ഘടകകക്ഷികളും പറയും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കുണ്ടായ വീഴ്ചകളെക്കുറിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്ഥലത്തും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണി പല വിഭാഗങ്ങളായി മത്സരിക്കുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞു. ഘടകകക്ഷികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മത്സരിച്ച് മുന്നോട്ട് പോകുവാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് കേരളത്തിൽ നടന്ന മത്സരം. അത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ വേറിട്ട് മത്സരിച്ചത് ഇന്ത്യ മുന്നണിക്ക് ഒരു പരിധിവരെ ചില ബുദ്ധിമുട്ടുകൾ മുന്നോട്ടുള്ള യാത്രയ്ക്കുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരി, ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം